ഹലോ മലയാളി ഗേസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ നേമം എന്ന സ്ഥലത്താണ്. ഇലക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും ടി വി ചാനലുകളിലെ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട രണ്ട് മണ്ഡലങ്ങളാണ് വട്ടിയൂർക്കാവ് മണ്ഡലവും നേമം മണ്ഡലവും. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നേമം മണ്ഡലത്തിലാണ്. പലരും നിയമത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, പക്ഷെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ ഈ ഒരു നിയമ മണ്ഡലം ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് നമുക്ക് നോക്കാം. കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന മണ്ണ് തന്നെയാണ് നേമം. വർക്കല മുതൽ പാറശാല വരെ നീളുന്ന 14 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. ഓരോ മണ്ഡലത്തിലും പോരാട്ടം മുറുകുമ്പോഴും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം മണ്ഡലം. തിരുവനന്തപുരം സെൻട്രൽ പോയിന്റിൽ നിന്നും നേമത്തേക്ക് 7 കിലോമീറ്റർ ആണുള്ളത്. തിരുവനന്തപുരം നഗരസഭയിലെ 22 വാർഡുകൾ ചേർന്നതാണ് നേമം മണ്ഡലം. നേമത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച മണ്ഡലമാണിത്. എന്നാൽ 2016 ഒ രാജഗോപാലിലൂടെ BJP യുടെ അക്കൗണ്ട് തുറന്നു. 2021 വി ശിവൻകുട്ടിയിലൂടെ LDF അത് തിരിച്ചുപിടിച്ചു. ഇപ്പോൾ 2026 പോരാട്ടം കൂടുതൽ കടുക്കുകയാണ്. LDFന് വേണ്ടി സിറ്റിംഗ് MLA വി ശിവൻകുട്ടി തന്നെ വീണ്ടും ജനവിധി തേടുന്നു. BJP ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. UDF കൂടി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ നേമം അക്ഷരാർത്ഥത്തിൽ ഒരു തീപാറും പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതാണ് നേമം മണ്ഡലം. നേമം കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.